BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഏലകൃഷിയെ പ്രതികൂലമായി ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം. ഏലത്തേല് ഫ്ലവറിങ്ങിന്റെ സമയമാകുമ്പോഴത്തേനും ആ പൂക്കളെല്ലാം വന്ന് ഒച്ചു തിന്നുന്ന ഒരു രീതി ഇപ്പോൾ മിക്കവാറും തോട്ടങ്ങളിലെല്ലാം ഉണ്ട്. ഈ ഒച്ച ഇറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ്. പല വീടുകളിലും അടുക്കളയുടെ നനഞ്ഞ ഭാഗങ്ങളിൽ ഈർപ്പമുള്ളിടത്തെല്ലാം ഇത് പറ്റിപ്പിടിച്ച് ഇരിക്കുന്നത് കാണാം. ഇത് ഒരു ദിവസം തന്നെ ഏതാണ്ട് 1000 മുട്ടയോളം ഇട്ട് പെരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്ന ചെറിയ പച്ചക്കറിയാണേലും അതുപോലെ തന്നെ ഏലകൃഷിയെ പ്രതികൂലമായി നല്ല രീതിയിൽ ഇത് പൂതിന്ന് നശിപ്പിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉൽപ്പാദനം ഈ വർഷം കുറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മളിപ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. തോട്ടങ്ങളിൽ ഇതിന് നൂതനമായ ഒത്തിരി മാർഗങ്ങൾ ഇപ്പം ഉണ്ട്. ഇതിന് പ്രതിവിധിയായിട്ട് സ്നേക്ക് കില്ലർ എന്ന് പറയുന്ന ഒരു പെല്ലറ്റ് ഇതിന് മുന്നിൽ പല കർഷകരും വെച്ച് നോക്കി എന്നോട് പറയുകയുണ്ടായി. കുറേ ചാകുന്നുണ്ട്. അത് ചെയ്യുന്ന രീതി ഞാനും എൻ്റെ തോട്ടത്തിൽ ഒരു പ്രാവശ്യം സ്നേക്ക് കില്ലർ വെച്ച് നോക്കിയായിരുന്നു. ഈ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ സ്നേക്ക് കില്ലർ എന്ന് പറയുന്ന ആ പെല്ലറ്റ് വെച്ച് കോവീസ് ഇലയ്ക്കകത്താണ് വെച്ചത്. കോവീസ് ഇലയെ കൂടുതൽ അട്രാക്ട് ചെയ്യും ഈ ഒച്ച്. ഈ പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഈ പ്രാവശ്യം മേടിച്ചു. അതിൻ്റെ പേരാണ് കാരാക്കോളിസ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എലിയും ഇത് എടുത്ത് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എലിയും ചാകാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഏറിയ കിട്ടും. പിന്നെ അത് പെല്ലറ്റ് ആകുമ്പോൾ ഇത് ഈ പരുവത്തിലാണ്, മിക്സർ പരുവത്തിലാണ് കിടക്കുന്നത്. ഇത് കൂടുതൽ ഏറിയ ഇടാൻ പറ്റും. ഇത് ചെയ്യുന്ന രീതി, എൻ്റെ തോട്ടങ്ങളിൽ ഞാൻ കൂടുതലും മുട്ടക്കോവീസ് ഇല എടുത്തിട്ട്, ഈ മുട്ടക്കോവീസ് ഇല ഇപ്പം വീട്ടിൽ കറി വെക്കാൻ വേണ്ടി കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ അവരൊത്തിരി ഇത് പൊളിച്ചു കളയും. പച്ച ടൈപ്പ് കിട്ടും. അതിൻ്റെ 3-4 ലെയർ അവർ പൊളിച്ചു കളയുന്നുണ്ട്. അത് കൂടുതൽ ഏക്കറുള്ളവർക്ക് അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഏല പ്ലാന്റ് ചെയ്യുന്ന പല മേഖലകളിൽ വെക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉദാഹരണം കാണിച്ചേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യും. മുട്ടക്കോവീസിൻ്റെ ഇലയ്ക്കൊരു അഴുകി കഴിഞ്ഞാൽ മണമുണ്ട്. ഇതിപ്പോൾ നമ്മൾ മുട്ടക്കോവീസിൻ്റെ ഇല ഇങ്ങനെ വെച്ചു, അതിൽ കുറച്ചിട്ട് വെച്ചു. ഒരു മഴ പെയ്യുന്ന ഒരു ടൈം ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ അത് നനയാതെ അത് സേഫായിട്ടിരിക്കും. കൊച്ചി ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ വന്ന് അത് തിന്ന് ചത്ത് കിടന്നോളൂ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് ഇതിനെ ഒന്ന് അരിഞ്ഞിട്ട്, മുട്ടക്കോവീസിലെ ഒന്ന് അരിഞ്ഞിട്ട് ആ രീതി വെച്ചിട്ട് ഈ കാരാക്കോളിസ് എന്ന് പറയുന്ന ഇതെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുക. ആ രീതിയിൽ ചെയ്യാം. മഴയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ അത് നനയാതെ ഇരുന്നോളും. പെട്ടെന്ന് അലുത്ത് പോകില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ചെയ്യാം.